ചീഞ്ഞ മീൻ മതി എന്നുള്ളവരത് വാങ്ങിക്കോട്ടെ. വിൽക്കണ്ട പറയാൻ അവനാരാ? അതെ, എന്താ സംഗതി? മീൻകുട്ടയെ വല്ല വടി കുട്ടിച്ചണ്ടില്ലേ? വിൽക്കാൻ പാടില്ല എന്ന് വേലായുധന്റെ വിലക്ക. ഓഹോ, അത്രയ്ക്ക് ചീഞ്ഞിട്ടൊന്നുമില്ല, ഇതവന്റെ തോന്നിയാസാ. ആണ് ലേസർ വാട്ടൺ. അതിപ്പോ പുറം കടലിൽ പിടിക്കണതല്ലേ, അത് കരക്കെത്തിച്ച് അവിടുന്ന് ചന്തയിലെത്തി ഇന്നത്തെ കൊണ്ട് വെള്ളയിൽ കിട്ടാൻ. മെമ്പർ എത്തി, ഇനി ഇതങ്ങ് കൊഴുക്കും. വാ, നമുക്ക് അങ്ങോട്ട് നിൽക്കാം. എന്താണോ പ്രശ്നം? വേലായുധം മീൻ വെക്കുന്നത് തടഞ്ഞ 100-300 റുപ്യന്റെ മീനാ ചെറിയ പേരെ ആ കൊട്ടയില്. അത് വിൽക്കരുതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാനാ? ഹോട്ടലിൽ ഒരു ബോർഡ് എഴുതിച്ചത് വെക്കാൻ സമ്മതിച്ചില്ല. അതിന്റെ ന്യായം ചോദിച്ചു ചെന്നതിനാ കുഞ്ഞാമൊരു ടീ താങ്ങ്. ഓനെ അങ്ങനെ വിട്ടാ പറ്റൂല്ലോ. നിങ്ങളെന്നൊരു വൈ പറയും മെമ്പറെ. അത് എന്തിനാ ഇപ്പൊ മെമ്പർ തന്റെ ചായക്കടയിൽ നിന്ന് ഒരു പടല പഴം എടുത്തപ്പോ താൻ എന്താ പറഞ്ഞ? കാശ് വെച്ചിട്ട് പോവാൻ അനുഭവിച്ചോ? അല്ലെങ്കിൽ മെമ്പർ പറഞ്ഞ ഇവിടെ ആർക്കും ഒരു വിലയില്ല, ഊരും പേരും ഇല്ലാത്ത അവൻ പറഞ്ഞ കൈയും കെട്ടിയത് കേട്ടോളൂ. നിങ്ങളൊക്കെ തന്നെ അവനെ വഷളാക്കിയത്. അവൻ പറയുമ്പോ നിങ്ങൾ എന്തിനാ അനുസരിക്കുന്നത്? ആ കമ്പെടുത്ത് കളഞ്ഞ് മീൻ വെക്കാൻ നോക്കൂ. അതിന്ന് ഒറ്റ മീൻ എടുത്ത് വിറ്റ് തന്നെ തലക്കടിച്ചു കൊല്ലെന്ന് പറഞ്ഞാൽ പോയത്. പുതുശ്ശേരി ചെറിയ നമ്പ്യാരല്ലോടോ പറഞ്ഞത് കമ്പെടുത്ത് കളഞ്ഞ് മീൻ വെക്കാൻ. എന്നാ കീരി എന്നാ എടുത്തങ്ങോട്ട് കള. എടുത്ത് കളഞ്ഞാക്കട്ടെ. എടുത്ത് കളകേരിയെ, ഞങ്ങളൊക്കെ കൂടെ. ചെല്ലു കീരിയെ, ഇന്ന് രണ്ടിലൊന്നറിയണം. വേലായുധന്റെ പതാക എടുത്തു കളഞ്ഞാ എന്താ ഉണ്ടാവുക നോക്കാലോ. എന്തെങ്കിലുമൊക്കെ ഒരു നടക്കും. എന്താ ഈ കുണ്ടായിസ, നിന്നോട് ഈ മുണ്ടിങ്ങനെ കയറ്റി കുത്തരുതെന്ന് പറഞ്ഞിട്ടില്ലേ? നിനക്കിനി ടൗസർ മതി. അങ്ങനെ കീരിക്ക് കൊണ്ടുപോയി. ചെറിയമ്പേരും മുള്ളംകൊല്ലി മഹാരാജാവും കൂടി അടിച്ചാലേ ആര് ജയിക്കും? നീ പറ. എന്താ ഗോപിനാഥൻ നമ്പ്യാര് മീൻ വാങ്ങിക്കാൻ ഇറങ്ങിയതാ? ഈ മീൻ ഇവിടെ വിൽക്കേണ്ടെന്ന് ഞാനാ പറഞ്ഞത്. ഇനിയിപ്പോ പുതുശ്ശേരി ചെറിയമ്പേര് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും കേട്ടോ. പക്ഷെ വേലായുധനെ തല്ലി തോപ്പിക്കണം. വേലായുധനെ ആരെങ്കിലും തല്ലി തോപ്പിച്ചാൽ മതി, പ്രശ്നം തീർന്നു. നമ്പ്യാരെ, ഒന്ന് മുട്ടി നോക്കിയാലോ. നമ്മൾ രണ്ടുപേരും കൂടെ തല്ലിയാൽ ആര് ജയിക്കുന്നുള്ളത് മുള്ളംകൊല്ലിയിലെ ദേശീയ പ്രശ്നമാ. വാ നമ്പ്യാരെ, ഇതൊക്കെ ഒരു രസമല്ലേ, ഒന്ന് മുട്ടി നോക്കാന്നേ. നമ്പ്യാർ കളിച്ച് രസിക്കുന്ന പ്രായം വിട്ടുപോയടോ. നീ കളിക്ക്, ഞാൻ കണ്ട് രസിക്കുന്നുണ്ട്. ഓ എന്താ ഇവിടെ ഒരു കൂട്ടം? എന്താടോ? ആ വേലായുധനെ കൊണ്ടുള്ള ശല്യാണ് വല്യമ്പ്യാരെ. ഹോട്ടലിൽ ഒരു ബോർഡ് വെച്ചത് അഴിപ്പിച്ചു. കുഞ്ഞാമൂനെ മീൻ വെക്കുന്നത് വിലക്കി. ഇതുണ്ടോ കീരിയുടെ മുണ്ടും പറിച്ചത്. എവിടെയാ? ഇങ്ങോട്ട് വാടാ. വാടാ ഇവിടെ. വാദത്തിന് കുറുന്തോട്ടി തന്നെയുള്ളൂ മരുന്ന്. അതെ ചേച്ചിയെ, ചെറിയമ്പേര് രാജാവിനെ തല്ലിത്തോപ്പിക്കുന്ന ആരും വിചാരിക്കണ്ട കേട്ടോ. ആള് മഹാപേടിത്തൂറിയാ. നല്ല അസലൊരു തല്ലിനുള്ളത് മുഴുവൻ ഒത്തു വന്നതായിരുന്നു. ഒരാളെ ചൊറിയാന്നതിന് അങ്ങേപ്പുറം രാജാവ് ചൊറിഞ്ഞു. എവിടെ ചെറിയമ്പേര് മാറിക്കളഞ്ഞു. അയാൾക്കറിയാം തല്ലിയാ ജയിക്കൂലെന്ന്. അതന്നെ. ആ പിന്നെ വേറൊരു രസമുണ്ടായി. കീരിക്കിനും കൊണ്ടുകൊടുക്കാൻ പാടില്ല, വിലക്കി. നീ വാങ്ങാൻ പോയിട്ട് നീ അവിടെ തല്ലും കണ്ട് നിൽക്കായിരുന്നു ഇല്ലേ? അതിന് തല്ല് നടന്നില്ലല്ലോ കണ്ടു നിൽക്കാൻ. ആ വരവൊക്കെ കണ്ടപ്പോ ഇന്നൊരു തല്ല് കാണാന്ന് ഉറപ്പിച്ചതായിരുന്നു. ആ, അപ്പുറത്തേക്ക് ചെന്നാ മതി. തല്ലിന്ന് ഇവിടെ തന്നെ കാണാം. നേരം വൈകിയാണ് അമ്മാമ്മയ്ക്ക് കലി പിടിച്ച് നിക്കാ. പ്രകാശ, നിന്നോട് കുറെ നേരം കൊണ്ട് പറയാ പോയി കുളിക്കാൻ. ദേ പറയണ പോലെ കേട്ടില്ലെങ്കിൽ എന്റെ നല്ല തല്ല് കിട്ടോട്ടോ. ഓ, ഇങ്ങ എത്തിയോ? ഇറങ്ങി പോയാ പിന്നെ ഒരു നേരാവണ്ട് ഇങ്ങോട്ട് കാണില്ലല്ലോ. എന്താടി, മീൻ കിട്ടിയില്ലേ? അതല്ലേ അമ്മേ രസം. മീൻ ചീഞ്ഞതാണ്, വിൽക്കാൻ പാടില്ലാന്ന് മുള്ളംകൊല്ലി മഹാരാജാവിന്റെ കൽപ്പന. മീൻകുട്ടിയുടെ അടുത്ത് ഒരു വടിയും കുത്തിവെച്ച് മൂപ്പരങ്ങോട്ട് പോയി. ഇനി അതിന്ന് ഒരു എണ്ണം വിറ്റ കുഞ്ഞാമൊക്കനെ അപ്പ തല കടിച്ചു കൊണ്ടു. ഇവനെ കൊണ്ടുള്ള ഒരു ശല്യം. ചീഞ്ഞ മീൻ വേണ്ടൊരു വാങ്ങിച്ചോട്ടെ അങ്ങോട്ട് വെച്ചൂടെ? അതന്നെ എല്ലാരും പറയുന്നേ. പക്ഷെ തല്ലി തോപ്പിക്കാൻ ആരെങ്കിലും വേണ്ടേ? ഇനിയിപ്പോ രാത്രിത്തേക്ക് കറി വെക്കാൻ എന്താന്നാ? നീ ആ വേലായുധൻ അവിടെ എങ്ങാനും കണ്ട? ഓ, വേലായുധനെ കണ്ട വിശേഷം തന്നെ ഇപ്പൊ എത്ര നേരം വിളമ്പേ. ഇവിടെ മാറിക്കണം.
സൂര്യൻ അസ്തമിക്കാറായി തോന്നിയാ പിന്നെ തുടങ്ങേ വേലായനെ പറ്റിയുള്ള ചിന്ത. അവന്റെ കള്ളു വാങ്ങി കുടിച്ചങ്ങോട്ട് നടന്നാ മതിയല്ലോ. ഇവിടെ രാത്രിയിലേക്ക് കൂട്ടാൻ വെക്കാൻ എന്താ ഉള്ളതെന്ന് ഒന്നും അന്വേഷിക്കരുത്. ഓ, പ്രസവന എടുത്ത പോലെ ഓർഡർ വേണ്ടില്ലേ? ഇനി പോയി കള്ളും കുടിച്ച് അവനെയും കൂട്ടി ഇങ്ങോട്ട് കയറി വന്ന എന്റെ ചെറിയങ്ങാട്ട് ഭഗവതിയാണ്. രണ്ടിനെ ഞാൻ ചൂലെടുത്തടിക്കും. നീ പൊടി ചൂലേ. ഇവിടെ കെട്ടുപ്രായത്തിൽ നിൽക്കുന്ന ഒരു പെണ്ണുണ്ടെന്നുള്ള ഒരു വിചാരമില്ല. മൂത്തേനെ കെട്ടിച്ചു വിട്ടതോ ഇങ്ങനെയായി. എന്നാ പിന്നെ ബോധത്തോടെ വെളിച്ചം കണ്ട് നടക്കുക അതും ഇല്ല. ഇങ്ങോട്ട് നോക്കി, ആ ചൂട്ടുണ്ടോ? വേലായുധനാ പോണേ. വിളിക്കട്ടെ ഇങ്ങോട്ട്. വേണ്ട. ആ, പിന്നെ എനിക്കൊരു കാര്യം അറിയോ? വേലായുധന്റെ വലിയൊരു പിച്ചാത്തിണ്ട്. അത് പുറത്തെടുത്താ പിന്നെ ആരെയും കുത്തി കൊന്നിട്ടേ അത് തിരിച്ചു വെക്കൂ. ആരെയും തിരികെ വെച്ചതാ. മതി. ആഹാ, എന്നാ പിന്നെ വേലായുധനെ തന്നെ വിളിക്കാം. വേലായുധ, ഒന്നിങ്ങോട്ട് വരണേ. ഇവൻ ദേ ചോറ് എണ്ണണില്ല. എന്താ മോനെ ചോറ് തിന്നാത്ത? ആ, മോന് മാമനെ പോലെ വലിയ ആളാവണ്ടേ? കള്ളന്മാരെയൊക്കെ ഇട്ടിച്ച് തെറിപ്പിക്കണ്ടേ? ചോറ് തിന്നാലേ അതിനൊക്കെയുള്ള ശക്തി ഉണ്ടാവും. ഹാജിയാര് വന്നില്ലേ? ഇല്ല, ബാപ്പു ഒരു കല്യാണപ്പുരെ പോവാനുണ്ടെന്ന് പറഞ്ഞിന്. ഇപ്പൊ വരും. വീട്ടിലെ പെണ്ണുങ്ങൾ ഒറ്റയ്ക്കാന്നുള്ള ബോധം വേണ്ടേ? കല്യാണപ്പുരെ മോ പേടിക്കണ്ട കേട്ടോ. അച്ചാച്ചൻ വരുന്നത് വരെ മാമനെ ഇവിടെ ഇരിക്കാം. നീ അവന് ചോറ് കൊടു. അങ്ങനെ മാമൻ മോനൊരു പാട്ട് പാടി തട്ടെ. ശ്രദ്ധിച്ച് കേക്കണം. അസല് പാട്ടാ. മിന്നടി മിന്നടി മിന്നാമിനുങ്ങേ മിന്നും നക്ഷത്ര പെണ്ണേ, മുങ്ങടി മുങ്ങടി പൊന്നിൽ മുങ്ങടി കൂരിൽ കാട്ടിലെ കണ്ണേ. വന്നാ നിങ്ങൾക്കൊക്കെ വല്ല ബോധമുണ്ടാ? കല്യാണത്തിന് വാങ്ങണ്ട നേരെ രാത്രി ഒരു പെണ്ണെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇട്ടിട്ടാ സർക്കിട്ട്. അനക്കിപ്പോ എന്താ വേണ്ടിയത്? എന്റെ പറയുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം. ആ അന്വേഷിച്ച് ഇപ്പൊ കൊണ്ട് വരണം. കുണ്ടാഴ്ച അടി കണ്ണേ പൊട്ടിക്കും. വയസ്സായ കുറച്ച് ഉത്തരവാദിത്വം വേണം. ഉള്ള കാര്യം പറയുമ്പോ മേക്കിട്ട് കയറുക. ഈ ചൂട്ടൊന്ന് കത്തിച്ച്. ഏതൊക്കെ ജാതി ആൾക്കാരാ ദിവസവും അക്കരയെന്നും പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നെന്ന് ഇയാൾക്ക് വല്ല തിരുപാടുണ്ടാ? നേരം വെളുക്കുമ്പോ കാണുന്ന ആൾക്കാരെ അല്ല രാത്രി ആവുമ്പോ കാണുക. ആ ജാതി സ്ഥല നോക്കിയും കണ്ടും നിന്നില്ലേ ഉണ്ടല്ലോ. കണ്ണോച്ച് പറമ്പിലെ പീതാമന്റെ കെട്ടിയോളൂ 2-ാം കൊല്ലം വിഷം കുടിച്ച് ചത്തതിനാ. ആ, ഇയാൾ ഇനി ഇങ്ങനെ നേരം വൈകിയ എന്നോട് പറയണം കേട്ടോ പെങ്ങളെ. മാം പോട്ടെ, പാട്ട് ബാക്കി പിന്നെ പാടിത്തരാം. നോക്കി പഠിപ്പിക്ക, കണ്ണടിയാൻ പൊട്ടിക്കും. മിന്നാമിനുങ്ങേ മിന്നാമിനുങ്ങേ അതിര കണ്ണുള്ള കുഞ്ഞ്. എന്റെ പായും തലാണി എടുത്ത് പുറത്തോട്ടിട്ട്. വേലണ്ണ, അണ്ണൻ എന്തേലും കുഴപ്പമുണ്ടോ? അണ്ണന് പല കുഴപ്പങ്ങളും ഉണ്ട്. അതിലേത് കുഴപ്പമാ നിനക്ക് വേണ്ടത്? അല്ല, ഏതായാലും എനിക്ക് ചെല്ലും ചെലവും തന്ന് നോക്കല്ലേ. അണ്ണൻ എന്തിനാ ഈ തണുപ്പത്ത് മുറ്റത്ത് കിടക്കുന്നേ? അകത്ത് കയറി കിടന്നാലെന്താ? ഇതൊരുമാതിരി പുല്ലി കിടക്കുന്ന പട്ടിയെ പോലെ. കണ്ട കാളകളൊക്കെ കയറി വേലി പൊളിക്കാതിരിക്കാൻ വേണ്ടി തന്നെ ഇവിടെ കിടക്കുന്ന പട്ടി എങ്കിൽ പട്ടി. ഒരു നാട് നന്നാവണമെങ്കിൽ കുന്നുമ്മേൽ ശാന്തയെ നേരെ ആക്കണമെന്നാ. പിന്നെ ഒരു നാട് വഴി നാട് നേരെയാക്കാൻ വന്നിരിക്കുന്നു. തന്നെത്താനിങ്ങ് നേരെ ആയാ മതി. ശാന്തയെ കൊണ്ട് ഇപ്പൊ നാട്ടിലൊരു കുഴപ്പം വരില്ല. കേറി കിടക്ക ഇടയില്ലേ, അത് പറഞ്ഞാ മതി. അതെ, അക്കരയെന്നും പുറത്തുനിന്നുള്ള അവന്മാര് മുള്ളംകൊല്ലി കിടന്ന് നിരങ്ങാൻ വേലായുധം വിടില്ല. അതിനിത്തിരി തണുപ്പ് ഉണ്ടാലൊന്നും വേലായുധന് പഴി പിടിക്കില്ല. പട്ടി പട്ടി ഈ ജലം അടയ്ക്കുന്ന നല്ല തണുപ്പടിക്കുമ്പോഴാ സൂക്കേടൊക്കെ കൂടുന്നത്.